ഹലോ, വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയായിട്ടൊരു അപ്ഡേറ്റ് ഇന്ന് കൊല്ലം ജില്ലയുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം മെസ്സേജ് വന്നിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരാണ്. അതോടൊപ്പം തന്നെ ഇല്ലാത്തവരൊരിക്കലും വിഷമിക്കരുത്, നമ്മളെ തേടി ഒരുപാട് അവസരങ്ങൾ ഇനിയുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും അവരവരുടെ ആധാർ കാർഡ് എന്ന് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് PSCയിൽ. അപ്പോൾ ആധാർ കാർഡ് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് വണ്ണാണ്, നമ്മൾക്കറിയാം LDC എന്നുള്ളത് ഒരു 10th ലെവലായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പം നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷനുകൾ ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോപ്പികൾ, ഇപ്പോൾ EWS ആയിരിക്കാം, ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് അങ്ങനെയുള്ള അതായിരിക്കാം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം. ഇനിയിപ്പോൾ മറ്റുള്ള കാസ്റ്റുകൾ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും റിസർവേഷൻ ലഭിക്കുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഡിസേബിലിറ്റി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏതാണ് ഉള്ളത് എന്നാൽ ആ ഒരു ഇത് നല്ല രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നമ്മൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ ചുറ്റുപാടും അല്ലെ, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ കഫേകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ആ കഫേയിലൊക്കെ നമ്മൾ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ട് എങ്കിൽ PSC ഓഫീസിലേക്ക് വെരിഫിക്കേഷന് വിളിക്കുമ്പോൾ ആ സമയത്ത് ഇപ്പോൾ അവർക്കത് ശരിയായിട്ട് തോന്നണില്ല, ക്ലാരിറ്റി ഇല്ല, ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി അപ്ലോഡ് ചെയ്തിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചയക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ചെയ്തിട്ടില്ലാത്തവർ ഏറ്റവും നല്ലത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നല്ലൊരു കഫേ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലത്. അതൊക്കെ ആകുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഓരോ ജില്ലകളുടെയും PSC ഓഫീസിന് അടുത്തുള്ളതോ അങ്ങനെയുള്ള ഇത് സ്ഥിരം ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് കഫേസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടങ്ങളിൽ പോയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോവുകയാണ് എങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള നമുക്ക് ഇനി കുറേയധികം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഡിഗ്രിക്കാരും എഴുതുന്നുണ്ടാവും, PGക്കാരും എഴുതുന്നുണ്ടാവും, +2കാരും ഒക്കെ ഈ SSLC ഈ 10th ലെവൽ എഴുതുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യെ പിടിച്ചോളൂ. ഒരുമിച്ച് തന്നെ അവർ അപ്ലോഡ് ചെയ്ത് നന്നായിട്ട് സ്കാനൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്ത് അവർ കയറ്റി തരും. പിന്നെ ഇതിൻ്റെ പിന്നാലെ നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യം വരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ റിസർവേഷൻ കാറ്റഗറിയിൽ അവരുടെയൊക്കെ ഇപ്പോൾ EWSൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഒരു കൊല്ലമൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. പിന്നെ ഡിഗ്രി PG തുടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റും കൂടിയും കയ്യിൽ കരുതുക. ഓക്കെ, അപ്പോൾ മാർക്ക് ഷീറ്റ് അടക്കം നമ്മൾ അപ്ലോഡ് ചെയ്തവർ തരും. പിന്നെ ഈ ഒരു ദിവസം അവസാന ദിവസം വരെ കാത്തു നിൽക്കാണ്ട് എന്തായാലും ഒരാഴ്ചയോളം സമയം തരാറുണ്ട്. അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മെസ്സേജ് വന്നോ പിറ്റേ ദിവസം തന്നെ പോവുക. ഇതിനു വേണ്ടി ഇപ്പോൾ റിസർവേഷൻ ടൈപ്പ് സർട്ടിഫിക്കറ്റുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സമയമെടുക്കും. ഓരോരോ ഇപ്പോൾ അമ്മയുടെ വില്ലേജ് ഓഫീസിലോ അച്ഛൻ്റെ വില്ലേജ് ഓഫീസിലോ അങ്ങനെ മാറി പോകേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ സമയം ആവശ്യമാണ്. അതുകൊണ്ട് ലാസ്റ്റ് ദിവസത്തേക്ക് വയ്ക്കരുത്, എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ അതും കൂടിയും ഒന്ന് ശ്രദ്ധിച്ച് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.